SIR-മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. മാത്രമല്ല അതിലേറ്റവും ഒടുവിലായി SIR-ൽ പേര് ചേർക്കാനും ഒഴിവാക്കാനുമുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ആദ്യം ഈ മാസം 22 വരെയായിരുന്നു ഈ അപേക്ഷ സമർപ്പിക്കാനുള്ള കാലാവധി. പക്ഷേ പിന്നീട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സമയം ഇന്ന് വരെ നീട്ടി നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, ഗുഡ് മോർണിംഗ്. ഈ SIR-മായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളുണ്ടായിരുന്നു, ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടൽ കൂടി വന്നതോടുകൂടിയാണ് ഈ തീയതിയിൽ ഒരു വ്യത്യാസം വന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നത് ആ സമയം അവസാനിക്കുന്നു. പക്ഷെ അപ്പോഴും ഏകദേശം 37 ലക്ഷത്തോളം പേർ ഇനിയും രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ് ലിജിൻ. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിദ്രുതം മുന്നോട്ട് പോവുകയാണ്. ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ പട്ടികയിൽ പേരില്ലാത്തവർക്കും അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് പേര് ഒഴിവാക്കുന്നതിനുമായി ഒരു സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയാണ് ഉണ്ടായത്. ആദ്യം ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരി 22 വരെയാണ് ഇത്തരത്തിൽ ഈ ഒരു അപേക്ഷകൾ സമർപ്പിക്കാനുള്ള കാലാവധിയായി നീട്ടി നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അതിദ്രുതം ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ വലിയ വിമർശനമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഉന്നയിച്ചത്. അങ്ങനെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ കാലാവധി നീട്ടി നൽകണം എന്ന ആവശ്യം ഉന്നയിച്ച് സമീപിക്കുന്നത്. അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഇന്ന് വരെ, അതായത് ജനുവരി 30 വരെ ഈ വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർക്കാനോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കാനോ ആയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള കാലാവധി നീട്ടി നൽകിയത്. എന്തായാലും സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഈ പേരിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളവരാണ് ഇത്തരത്തിൽ ഈ ഒരു രേഖകൾ ഹാജരാക്കേണ്ടതായിട്ടുള്ളത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്കും ഇത്തരത്തിൽ രേഖകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അതിന്റെ നടപടികളാണ് ഇനി പുരോഗമിക്കുന്നത്. ഇന്നത്തോടെ ഈ സമയപരിധി അവസാനിക്കും. ഫെബ്രുവരി 14 വരെ ഇത്തരത്തിൽ രേഖകൾ പരിശോധിക്കുന്നതും ഹിയറിംഗുകൾ നടത്തുന്നതും തുടരും. അതിനുശേഷം ഫെബ്രുവരി 21 തീയതിയാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അതുവരെ സാവകാശമുണ്ട്. അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന ദിവസം വരെ പുതിയ വോട്ടറായി പേര് ചേർക്കാനുള്ള സാവകാശം ഉണ്ടാകുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർമ്മപ്പെടുത്തുന്നത്. ലിജിൻ. ശരി, എന്തായാലും ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പേര് ചേർക്കുന്നതിനും അതോടൊപ്പം തന്നെ പുതിയ അപേക്ഷ നൽകുന്നതിനും പേര് ഒഴിവാക്കുന്നതിനുമൊക്കെയുള്ള കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഒപ്പം തന്നെ ഇനിയും ഏകദേശം 37 ലക്ഷത്തോളം പേരാണ് ഈ രേഖകൾ സമർപ്പിക്കേണ്ടതുള്ളത്. ഹിയറിംഗിനും പരിശോധനയ്ക്കുമായി കഴിഞ്ഞ ദിവസം വരെ ഏകദേശം 9868 പേരാണ് പത്രികയിൽ നിന്നും പുറത്തായത് എന്നുള്ള വിവരം കൂടിയുണ്ട്. ദേവികയാണ് വിവരങ്ങൾ നൽകിയത്.